കാന്തപുരം നേരെ പോയിട്ട് പാണക്കാട് പോയിട്ടൊരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോനെ കുറിച്ച് പേരോട് തന്നെ പറഞ്ഞോട്ടെ. പാണക്കാട് തങ്ങന്മാരൊക്കെ ഞങ്ങൾ ആൾക്കാർ ഒക്കെ ഇവരെ ആൾക്കാരപ്പോ പാണക്കാട് തങ്ങന്മാർ ഞങ്ങൾ ആൾക്കാരത് മാത്രല്ല, ഇപ്പൊ പാണക്കാടേ ഞങ്ങളെ ഷെയ്ഖുനാക്ക് നല്ല സൽക്കാരാ കിട്ടണത്. നോക്ക് പറയണത് നിങ്ങൾക്ക് തെറ്റ് പറ്റി. ഒരാഴ്ച മുമ്പ് കാന്തപുരം ഉസ്താദ് പാണക്കാട് വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ട് പോയിട്ട് നല്ല സൽക്കാരം കഴിഞ്ഞാ വന്ന് കേട്ടോ. ആ വിവരറിയോ? കാന്തപുരത്ത് നല്ല സൽക്കാരമായി കഴിഞ്ഞ ആഴ്ച കിട്ടിയത്. പാണക്കാട് കല്യാണത്തിന് ഇതാണ് സൽക്കാരം. അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും എല്ലാ മതവിഭാഗങ്ങളുടെ നേതാക്കളെയും എല്ലാ മുജാഹിദിന്റെ ജമാഅത്തിന്റെ നേതാക്കളെയും ഒക്കെ ക്ഷണിച്ച കൂടുതൽ കാന്തപുരത്തിനും ക്ഷണിച്ചിട്ടുണ്ടാവും. മൂപ്പറിനെ ചെന്നിട്ടുണ്ടാവും, ചോറ് കൊടുത്തിട്ടുണ്ടാവും, നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ കൂടുതലായി ഇതാ സൽക്കാരം. പക്ഷേ ഓരോ ചെറിയ സാധ്യതയെയും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഉപയോഗിച്ച് അവസാനം നാടായ നാട്ടിലൊക്കെ മുടിക്കെതിരൽ പരിപാടിയാണ്. റോഡായ റോട്ടിലും ചായക്കടയിലൊക്കെ വ്യാജമുടിയും. ഇക്ബാൽ ജാലിയൻ വാല എന്ന് പറയുന്ന ചങ്ങാതി ചോരി സ്ട്രീറ്റിലെ ഈ ചോരി എന്നൊക്കെ പറഞ്ഞ വേർഡ് ഇപ്പോൾ മനസ്സിലാവും അല്ലേ? വോട്ട് ചോരിയൊക്കെ നടക്കുന്നതുകൊണ്ട് അപ്പോൾ എല്ലാ കള്ളന്മാരെയും കൊള്ളക്കാരെയും കിട്ടണേ ഈ ജാതി സ്ഥലത്ത് ഒരു ആക്രിക്കട എന്നാണ് ഇവർ വിശേഷിപ്പിച്ചത്. അവിടെയുള്ള സാധനങ്ങളെക്കുറിച്ച് പോയി കണ്ട ആളുകൾ വിശേഷിപ്പിച്ചത്. പറയണതൊന്നും നമ്മുടെ വാക്കുകളല്ല, നമ്മുടെ വേഡിങ്സ് അല്ല. ഇതിൻ്റെ പിന്നാലെ പോയി നമുക്കത് പോയി നോക്കേണ്ട കാര്യമേ ഉണ്ടായിട്ടില്ല. അവിടെ ശരിക്കുള്ള മുടിയാണോ അല്ലേ എന്നൊന്നും പോയി നോക്കേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കേശം സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെന്നും അത് സംരക്ഷിക്കപ്പെട്ട് ബർക്കത്തെടുത്ത് കൊണ്ടുപോകേണ്ട ഒന്നായിരുന്നെങ്കിൽ അത് മനോഹരമായി സംരക്ഷിക്കപ്പെടുമായിരുന്നു. അതുകൊണ്ട് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്ന് 100% ബോധ്യമുള്ളതുകൊണ്ട് നമുക്ക് പോയി നോക്കേണ്ടി വന്നിട്ടില്ല. പോയി നോക്കിയ ആളുകളുടെ കമൻസാണ്.